മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരിക്കുന്നു. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് പരസ്പര ധാരണയായിരിക്കുന്നത്. CIC വിഷയത്തിലുള്ള തർക്കം പരിഹരിക്കാൻ യോഗം സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി വിവരങ്ങൾ അവിടെ നിന്ന് റിയാസ് KMR ഞങ്ങളുടെ പ്രതിനിധി നൽകും. റിയാസ്. എംഎസ്, പ്രധാനമായും ഇതിൽ പല രീതിയിലുള്ള തർക്കങ്ങളായിരുന്നു മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ നിലനിന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോളേജ് ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻസ്, ഇസ്ലാമിക് കോളേജുകളുടെ കോർഡിനേഷനായിട്ടുള്ള കൂട്ടായ്മയായിട്ടുള്ള CICയുടെ ഒരു തർക്കമായിരുന്നു. ആ തർക്കം അത് പരിഹരിക്കാൻ വേണ്ടി സാദിഖ് അലി തങ്ങളെ ഇന്ന് കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട് വിഭാഗം ആളുകളെയും, സമസ്തയിലെ ലീഗ് അനുകൂലികളെയും ലീഗ് വിരുദ്ധരെയും അതിൽ പ്രധാനപ്പെട്ട 10 പേരെ വീതം ആണ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത്. അവരെ രണ്ട് വശത്ത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുത്തിക്കൊണ്ടാണ് ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും സമസ്തയുടെ മുഷാവറ അംഗങ്ങളും ഒപ്പം തന്നെ സമസ്ത ട്രഷററുമായിട്ടുള്ള PP ഉമർ മുസ്ലിയാർ കൊയ്യോടും ഒപ്പം സമസ്തയുടെ സെക്രട്ടറിയും ഇസ്ലാമത വിദ്യാഭ്യാസ സംഭാഷണം എന്ന് പറയുന്നത്, അതായത് ഈ വിഷയത്തിൽ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചു എന്നും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് പരസ്പര ധാരണയായത് എന്നും സൂചിപ്പിച്ചുകൊണ്ട് റിയാസ് KMR റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയുടെ തുടർച്ച എന്നുള്ളതിലേക്ക് 2 പേരുടെ സംഭാഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആരുടെയൊക്കെ സംഭാഷണങ്ങളാണ് അത്, റിയാസ് KMR? സമസ്ത അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ യോഗശേഷം മാധ്യമങ്ങളെ കണ്ട സംഭാഷണമാണ് ഇത് എന്നുള്ളതാണ്. പോയതിനു ശേഷം റിയാസ് KMRലേക്ക് തിരികെ എത്താം. ഏറ്റവും മുഖ്യമായത് നമ്മുടെ സമ്മേളന വിജയം തന്നെയാണ്. കൂടിയാലോചന മീറ്റിംഗ് വളരെ തൃപ്തികരമായ രീതിയിലാണ് അവിടെ എല്ലാവരും നമ്മുടെ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ആരെ പങ്കെടുപ്പിച്ചു ആരെ പങ്കെടുപ്പിച്ചില്ല ആ രീതിയിൽ ഇവരെല്ലാവരും അതിൻ്റെ ഭാഗവാക്കായി അതിൽ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതാണ്. അതിനു വേണ്ടിയുമാണ് നമ്മൾ തീരുമാനം ഉണ്ടായത്. പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പിന്നെ വാഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുമായി സംസാരിച്ച് അല്ലേ, അതിൻ്റെ ഒരു പിന്നെ സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിൽ അവരുമായി സംസാരിച്ചുകൊണ്ട് തങ്ങളൊരു തീരുമാനം പറയാമെന്ന് വൈകാതെ പറയാന്നുള്ളത് തങ്ങൾ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും വാക്കുകളാണ് നമ്മൾ കേട്ടത്. റിയാസ് KMR, ഈ മുസ്ലിം പണ്ഡിത സംഘടനയായിട്ടുള്ള സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ കേരള വിഷൻ ന്യൂസ് നൽകിയിരുന്നു. റിയാസ് KMRലൂടെയും കോഴിക്കോട് ബ്യൂറോയിലൂടെയും ഒക്കെ. അതിൽ ഇതിനു മുൻപ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഈ അനുരഞ്ജന സംഭാഷണം ശാന്തതയുടെ ഭാഷയിൽ കേൾക്കുമ്പോഴും ഇതിനു മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച ആരോപണ പ്രത്യാരോപണങ്ങളുടെ സംഭാഷണങ്ങളുടെ വലിയ ഒരു പട്ടിക നമ്മളുടെ ദൃശ്യങ്ങളുടെ ശേഖരത്തിൽ ഇവിടെ ഉണ്ട് താനും. അപ്പോൾ ഇപ്പോഴത്തെ ഈ തർക്കം പരിഹരിച്ചു എന്നുള്ളതിൽ ശാന്തമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന്റെ സ്വരം അതിലുണ്ടോ? തീർച്ചയായും അതിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും തമ്മിലുള്ള തർക്കം അതിൻ്റെ ഒരു വലിയൊരു പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിലേക്ക് ഈ തർക്കത്തിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ വഫിയ കോഴ്സ് എന്ന് പറയുന്നത് ഈ കോളേജ് ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻസ്, ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ CICക്ക് കീഴിൽ നടത്തുന്ന ഒരു കോഴ്സാണ്. ആ വഫിയ കോഴ്സുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില നിലപാടുകൾ ഈ
CIC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹക്കീം ഫൈസി ആദ്രശ്ശേരി കൈക്കൊള്ളുകയും അത് സമസ്തയ്ക്ക് അനഭിമതമാവുകയും ചെയ്തു. അന്ന് ഈ ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ സംരക്ഷിക്കുന്ന നിലപാട് ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാണ് ആദ്യം ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ പിന്നീട് അത് മറ്റു തലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ ലീഗും സമസ്തയും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഒരു ചേരിപ്പോര്, സമസ്തയിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് സമസ്തയിലുള്ളവർ തന്നെ ലീഗ് അനുകൂലികളായും ലീഗ് വിരുദ്ധരായും മാറി പരസ്പരം ചേരിപ്പോരിൽ വാക്കുതർക്കത്തിലൊക്കെ ഏർപ്പെടുന്ന പല പ്രസംഗങ്ങളും നമ്മുടെ ശേഖരത്തിലുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു സമവായം വരുന്ന ഒരു പൂർണ്ണമായ ഒരു പരിഹാരം വരാനുള്ള ഒരു സാഹചര്യം വന്നത് ഈ സമസ്ത എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിത സംഘടന അതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ 100ാം വാർഷിക സമ്മേളനം 2026 ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയയിലാണ് നടക്കുന്നത്. ഈ സമസ്ത ഈ മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത്, ന്യൂനപക്ഷ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് സമസ്ത എന്നുള്ളത്. പാരമ്പര്യമായി മുസ്ലിം ലീഗും സമസ്തയും യോജിച്ചു പോകുന്ന പ്രസ്ഥാനങ്ങളുമാണ്. അതിനിടയിലുണ്ടായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങൾ, വാക്കുതർക്കങ്ങൾ, ചില വാക്കുപിഴകൾ അതൊക്കെ പൂർണ്ണമായും പറഞ്ഞു തീർത്തുകൊണ്ട് ഈ സമസ്തയുടെ 100ാം വാർഷികം ഏറ്റവും മനോഹരമായ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇരു കൂട്ടരും ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു പിണക്കം തീരുന്നത് അവരെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയപരമായ അനിവാര്യതയുമാണ്. സമസ്തയെ സംബന്ധിച്ച് അവരുടെ 100ാം വാർഷിക സമ്മേളനം വരുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ അണികൾ, സമസ്തയിലെ ഭൂരിഭാഗം പേരും ലീഗ് അനുഭാവികളാണ് എന്നുള്ളതൊരു വസ്തുതയുമാണ്. അങ്ങനെ പരസ്പരം ഇങ്ങനെ തർക്കിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ക്ഷീണമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം. അതുകൊണ്ട് ഇനി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നൊരു നിലയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില, അതായത് 9 വ്യവസ്ഥകളൊക്കെയുണ്ട് CIC വിഷയത്തിൽ, അതായത് ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജുകളുടെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 9 കാര്യങ്ങൾ. ആ 9 കാര്യങ്ങളിൽ തുടർന്നും ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി സമവായത്തിലെത്തും. പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം മറ്റു കാര്യങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നുള്ളത് സമസ്ത അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ അതിനുവേണ്ടി അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ഒപ്പം ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ CIC-യുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ സമസ്ത തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനും സമസ്തയുടെ പോഷക ഘടകമായിട്ടുള്ള SYS-ന്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള ഈ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ് എന്നുള്ളതാണ്. അങ്ങനെ അതായത് സമസ്തയും ലീഗും തമ്മിൽ വീണ്ടും അനുരഞ്ജനത്തിന്റെ പാത വരുന്നു, വീണ്ടും യോജിപ്പിന്റെ പാതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഇതിന് നിരന്തരമായിട്ടൊരു മധ്യസ്ഥന്റെ റോളിൽ എപ്പോഴും PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ നയതന്ത്രം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ UDF-നെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോഴൊക്കെ അവിടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി നയതന്ത്ര വേഷത്തിൽ ഓടിയെത്തി അത് ഒരു മധ്യസ്ഥന്റെ റോളിൽ കൃത്യമായി ഇടപെട്ട് അത് പരിഹരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെയും PK കുഞ്ഞാലിക്കുട്ടി അത് കൃത്യമായി തന്നെ ലീഗിന്റെ ഒരു വിഭാഗവും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഇടപെട്ടു. അതും വലിയ വിജയം കാണുന്നു. അക്കാര്യത്തിൽ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സ്വീകരിച്ച പോസിറ്റീവായ നിലപാടുകളും ഇന്ന് 2 സംഘടനകളെ സംബന്ധിച്ചും ഏറ്റവും ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. MS അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് റിയാസ് KMR-ൽ നിന്ന് ഉണ്ടാവേണ്ട ചില കാര്യങ്ങളുടെ സൂചന നൽകാം. ഇപ്പോൾ വേണ്ട അതിലൊന്ന് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ സമവായത്തിൽ ആഭ്യന്തരമായ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് വലിയ താല്പര്യമുള്ള വിഷയമല്ല. അത് ഈ പണ്ഡിത സഭയുമായിട്ടും സമസ്തയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആഭ്യന്തരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെടുന്ന ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ വിഭിന്നമായിട്ട് ഭിന്നിച്ചു നിൽക്കുന്നത് ഉചിതമല്ല, ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളവ വരുമ്പോൾ ലീഗിൻ്റെ താല്പര്യങ്ങൾ, സമസ്തയുടെ താല്പര്യങ്ങൾ അത് ചില സന്ദർഭങ്ങളിലെങ്കിലും അസ്വാരസ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഒരു പ്രത്യേക സവിശേഷ കാലഘട്ടത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ
തയ്യാറാക്കി അതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വാർത്താ ബുള്ളറ്റിനുകളിൽ ഈ വാർത്തയുടെ വിശകലനങ്ങളിലേക്ക് പോകുമ്പോൾ റിയാസ് കെ എം ആർ സൂചിപ്പിച്ചാൽ മതി. റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരിക്കുന്നു. ഇരുവരും അത് പരിഹരിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള വാക്കുകൾ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ നൽകുകയുണ്ടായി. ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്താം.